സെക്കൻഡ് ആക്കിക്കേ, തേർഡ് ആക്കിക്കേ, ഫോർത്ത്, ന്യൂട്രല്, റിവേഴ്സ് ഇട്ട്. ഇപ്പൊ നമ്മള് ഗിയർ ഇട്ടില്ലേ, രാവിലെ വന്ന് ഇതിനകത്ത് ഗിയർ ഇടാൻ ശ്രമിച്ചില്ലേ, അതേപോലെയാണ് ഇപ്പൊ ഗിയർ ഇടുന്നത്. ഉറപ്പല്ല? രാവിലെ എന്താ കാണിച്ചത്? എന്തുവാ കാണിച്ചത് രാവിലെ? പറ. ആടി ഗിയറിനകത്തിട്ട് ന്യൂട്രലാക്കി നമ്മള്. ഫസ്റ്റ് ഇട്ട്, സെക്കൻഡ് ആക്കിക്കേ, തേർഡ് ആക്കിക്കേ, ഫോർത്ത് ആക്കിക്കേ, ന്യൂട്രല്. ഇപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടാ ഗിയർ ഇടുന്നത്, ദൂരെ നോക്കിക്കൊണ്ടിട്ട്. ഫസ്റ്റ് ഗിയർ ഇട്ട്, സെക്കൻഡ്, ക്ലച്ച് ഫുള്ളി ഓഫ് ആകാത്തോണ്ടാണ് ഗിയർ വീഴാത്ത. സെക്കൻഡ് ആക്ക്, തേർഡ് ആക്ക്, ഫോർത്ത് ആക്ക്, തേർഡ് ആക്കിക്കേ, സെക്കൻഡ് ആക്കിക്കേ, ന്യൂട്രലാക്കിക്കേ, ഫസ്റ്റ് ഗിയർ ഇട്ട്. ഇനി ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മളിപ്പോ ഒരു 1 hour ഇപ്പൊ ഡ്രൈവിംഗ് ക്ലാസ് ആയി ഓടിച്ച്, എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഈ 1 മണിക്കൂർ കൊണ്ട്? നല്ല മാറ്റം. എന്തോ മാറ്റമുള്ള? എന്തോ ഓടിക്കാൻ പഠിച്ചു, ഓടിക്കാൻ നന്നായിട്ട് പഠിച്ചു, നമുക്ക് ഗിയർ മാറ്റാൻ പഠിച്ചു, ക്ലച്ച് ചവിട്ടാൻ പഠിച്ചു, പിന്നെ വളവ് വന്നു, കയറ്റം വന്നു, റോഡിന്റെ സൈസ് ഒക്കെ മനസ്സിലായി. നേരത്തെ എന്തായിരുന്നു പ്രോബ്ലം? വണ്ടി ഓടിച്ചോണ്ടിരുന്നപ്പോ നേരത്തെ എന്തായിരുന്നു പ്രോബ്ലം? അറിഞ്ഞൂടെ എന്നാ ചെയ്യേണ്ടത്, പെട്ടെന്ന് എന്താ ചെയ്യാന്ന് പെട്ടെന്ന് കൺഫ്യൂഷൻ ആവും വണ്ടി ഓടിക്കുമ്പോ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ കിടക്കുന്ന വണ്ടി ഏതാണ്? പോളോ. സ്ഥലം പ്രോപ്പർ തേടനാട്, ഈരാറ്റുപേട്ട തന്നെ അല്ലെ? ഈ പോളോ ഓടിക്കാനുള്ള ഇപ്പൊ ഒരു മനസ്സായിട്ടുണ്ടോ? ഉറപ്പാണോ? അതാ ഇത് പറയിക്കുവാണോ? ഞാൻ പറഞ്ഞു പറയിക്കുവാണോ? അല്ല, ഞാനിപ്പോ ആലപ്പുഴന്ന് ഈരാറ്റുപേട്ട വരെ വന്നു ഇപ്പൊ ഒരു 1 hour ക്ലാസ് തന്നു. അപ്പോഴേ എനിക്ക് ഇപ്പൊ ഞാൻ ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ നമ്മള് ഫസ്റ്റ് ഇഡ്, സെക്കൻഡ് ഇഡ്, തേർഡ് ഇഡ്, ഫോർത്ത് ഇഡ് എന്നെല്ലാം പറയുന്നുണ്ട്. എങ്കിലും നമ്മൾ ഡ്രൈവർ സീറ്റിൽ ഇരുന്ന് ഓടിക്കുന്നുണ്ടല്ലോ, ആ ഒരാളുടെ ഒരു അഭിപ്രായം കിട്ടിയാലേ നമുക്ക് വീണ്ടും മുന്നോട്ട് ഓടിപ്പിക്കാനുള്ള ഒരു ഊർജം കിട്ടത്തുള്ളൂ നമുക്ക്. മനസ്സിലായി? അതാണ് ചോദിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പൊ നമുക്ക് ഇനിയും നമുക്ക് ഓടിക്കാനുണ്ട് ഒരുപാട്. ഇപ്പൊ നമ്മള് മുന്നോട്ട് ഓടിക്കാനുള്ള മാത്രമേ നമ്മളിപ്പോ ഇത്ര നേരമായിട്ടും പഠിച്ചിട്ടുള്ളൂ. ഇനി ഇതിന് റിവേഴ്സ് ഗിയർ ഉണ്ട്, പുറകോട്ട് പോകണം, പാർക്കിംഗ് പഠിക്കണം, പാരൽ പാർക്കിംഗ് പഠിക്കണം, ബോക്സ് പാർക്കിംഗ് പഠിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ മുന്നോട്ട് ഓടിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉറപ്പല്ല? ഹാപ്പി ആയിട്ടാണോ പറയുന്നത്? ഉറപ്പാണല്ലോ? ഇനി നമുക്ക് മുന്നോട്ട് പോകാമല്ലോ. ഇപ്പൊ നമ്മൾ ഏത് ഗിയർ ഇട്ടിരിക്കുന്നത്? തേർഡ് ഗിയർ ആണോ ഇപ്പൊ ഇട്ടിരിക്കുന്നത്? ഫസ്റ്റ് ഗിയർ ആയിട്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഇവിടുന്ന് മുന്നോട്ട് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മള്? പതുക്കെ കാലെടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? വണ്ടി വരുന്നുണ്ടോ നോക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? എങ്ങോട്ടുള്ളത്?